പല ആളുകളും തറാവിഹ് നിസ്കരിക്കുന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്താത്തവരുണ്ട്. തറാവിഹ് നിസ്കാരം വളരെ ഗൗനിക്കേണ്ട വിഷയമാണ്. തറാവിഹ് നിസ്കരിക്കുന്നവർ മറ്റൊരു കാര്യം, കുറെ കറാഹത്തുകൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു നിസ്കാര സുന്നത്താ നിർവഹിക്കുന്നത്, അതിൽ തന്നെ ഒരുപാട് കറാഹത്തുകൾ കടന്നു വരുന്നുണ്ട്. അത് പാടില്ല. അതെന്താ ശ്രദ്ധിക്കേണ്ടത്? സ്ത്രീകളെ ശ്രദ്ധിച്ചോ നല്ലതുപോലെ. ഒന്നാമതായി നമ്മൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കാതെ നിസ്കരിച്ച നിസ്കാരം ബാത്തിലാണ്. നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഓരോ 2 റക്അത്തുകളിലും നിയ്യത്ത് വേണം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇത് മിക്ക ആളുകളും ശ്രദ്ധിക്കുന്നില്ല. എഴുന്നേക്കുന്നു, കൈയ്യൊട്ടുന്നു, നിയ്യത്തൊന്നുമില്ല. അതുകൊണ്ട് കാര്യമില്ല. 20 റക്അത്ത് ഒറ്റയടിക്ക് നിയ്യത്ത് വെക്കുക, അത് പറ്റൂല. കാരണം 2 റക്അത്ത് കഴിയുമ്പോൾ സലാം വിട്ടുന്നതോടെ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുകയാണ്. ഒഴിവായാൽ പിന്നെ അടുത്തതിന് വേറെ നിയ്യത്ത് വേണം. അപ്പൊ തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത്, തറാവീഹിൽ നിന്നുള്ള എന്ന് പറയാം, തറാവീഹിന്റെ 2 റക്അത്ത് അങ്ങനെയും പറയാം. എങ്ങനെ ചെല്ലിയാലും പറ്റും. 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടാം. നമ്മൾ മലയാളം തന്നെ പറഞ്ഞു പോകുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. വേഗം പറയാൻ ചുരുക്കാൻ. കൈകെട്ടിയാൽ ഉടനെ വജ്ഹത്ത് ഓതൽ സുന്നത്താണ്. മിക്ക ആളുകളും വജ്ഹത്ത് ഓതാറില്ല. വളരെ ശ്രദ്ധിക്കണം. വജ്ഹത്ത് ഓതാതിരുന്നാൽ കറാഹത്താണ്. ഒരു കറാഹത്ത് ചെയ്യുന്നവനായി മാറി. കാര്യമായിട്ട് സുന്നത്തെടുത്തതാണ്. സുന്നത്തെടുത്തപ്പോൾ കറാഹത്ത് കൊട്ടപ്പടി കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നിർബന്ധമായി ശ്രദ്ധിക്കണം. സഹോദരിമാരടക്കം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരായിരുന്നാലും ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നവരായിരുന്നാലും എന്ത് സുന്നത്തുണ്ട്? നമുക്ക് വജ്ഹത്ത് ഓതൽ സുന്നത്തുണ്ട്. ഇമാമൻ ശ്രദ്ധിക്കണം. ഇമാമൻ നിൽക്കുന്നവർ വേഗം തീർത്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് വേഗം ഓതി പോകരുത്. നമ്മൾ വജ്ഹത്ത് ഓതണം. വജ്ഹത്ത് പൂർത്തിയാക്കി ഓതിയുന്നില്ല, തറാവീഹാണ്, എല്ലാവർക്കും ക്ഷീണാണ്, പിറ്റേ ദിവസമൊക്കെ ഓടണം എങ്കിൽ എന്ത് ചെയ്തോ അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. ഈ വാക്കെങ്കിലും പറയണം എന്ന് പറഞ്ഞ എല്ലാവരും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. 3 വാക്കേ ഉള്ളൂ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. കഴിഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു നിന്നെ സ്തുതിക്കുന്നതിനോടൊപ്പം നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു എന്നാണ്. വേറൊരർത്ഥം ഇല്ല. ഈ ഒറ്റ വാക്ക് പറയുന്നതോടുകൂടി ആ കറാഹത്ത് അങ്ങ് നീങ്ങി. മാഷാ അല്ലാഹ്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത്, ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദ് ഓതൽ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഔദ് പതുക്കെ ഓതണം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇമാം എന്നിട്ട് പിന്നെ ബാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയാൽ മതി. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ വജ്ഹത്ത് നിയ്യത്ത് ശ്രദ്ധിക്കണം. നിയ്യത്ത് ശ്രദ്ധത്തിൽ നിസ്കാരം പോയി. കൈകെട്ടിയതിന് ശേഷം എന്ത് ഓതണം? ആദ്യം തന്നെ വജ്ഹത്ത് ഓതണം. അത് പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ എത്രയെങ്കിലും ഓതണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. അത്രയെങ്കിലും ചെല്ലണം. ഒന്നുകൂടി എന്ന് പറഞ്ഞ എല്ലാവരും സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. അതിനുശേഷം അഊദ് ഓതണം. ശേഷം ഫാത്തിഹ ഓതണം. ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന മഅ്മൂമീങ്ങൾ ശാഫി മദ്ഹബ് പ്രകാരം നിർബന്ധമായും ഫാത്തിഹ സൂറത്ത് ഓതണം. ലാ സലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ് എന്നാണ്. ഫാത്തിഹ ഓതിയിലെ നിസ്കാരം ശരിയാവൂല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 റക്അത്തുകളിലും ഫാത്തിഹ ഓതണം. ഇമാമിനോടൊപ്പം ഇമാമിനല്ല ഓതണ്ട, റാഹത്തായിട്ട് കേൾക്കാന്ന് പറഞ്ഞിരുന്നാൽ പോരാ. നീയും ഫാത്തിഹ ഓതണം. ഇമാമ് ഫാത്തിഹ ഓതി തീർന്ന ഉടനെ നീ നിന്റെ ഫാത്തിഹ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫാത്തിഹ ഓതി തീർക്കാതെ പോകാൻ പാടില്ല. ഇമാം റുക്കൂയിലേക്ക് പോയി, നീ നിന്റെ ഫാത്തിഹ തീർന്നിട്ടില്ല, ഫാത്തിഹ ഓതി തീർത്തിട്ട് പോയാൽ മതി. ഇമാം റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റു, സമിഅല്ലാഹു ലിമൻ ഹമിദ, നീ നിന്റെ ഫാത്തിഹ ഓതി തീർന്നിട്ടില്ല, ഓതി തീർത്തിട്ട് പോയാൽ മതി എന്ന്. ഇമാം സുജൂദിലെത്തി, നീ നിന്റെ ഫാത്തിഹ ഓതി തീർത്തിട്ട് പോയാൽ മതി. ഇമാം സുജൂദിൽ നിന്ന് ഇടയിലെ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് നീ നിന്റെ ഫാത്തിഹ ഓതിയിട്ട് നീ റുക്കൂയിലേക്ക് എത്തിയാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? മസല മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇമാമിനേക്കാൾ 3 ഫർളുകൾ കൊണ്ടുവരെ പിന്തൽ അനുവദനീയം. പിന്താൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇമാം അങ്ങ് പോയി, നമ്മളിവിടെ നിൽക്കുക നൃത്തത്തിലാ. ഇമാം ഒരു ഫർള് കഴിഞ്ഞു, ഏതാ? റുക്കൂ. അടുത്ത ഫർള് കഴിഞ്ഞു, ഇഅ്തിദാൽ 2. അടുത്ത ഫർള് കഴിഞ്ഞു, 3ാമത്തെ സുജൂദ്. ഈ 3ാമത്തെ സുജൂദ് എന്ന ഫർളിൽ നിന്ന് ഇമാം ഇടയിലെ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ്, ആ സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് പോയാൽ മതി. അങ്ങോട്ട് പോയാൽ മതി. ഫാത്തിഹ ഓതി തീർത്തിട്ട് റുക്കൂയിലേക്ക് വന്നാൽ മതി. അത്ര വരെ പിന്തൽ അനുവദനീയം. സുന്നത്താണെന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നല്ല. നീ ഫാത്തിഹ ഓതി തീർത്തിട്ട് നിനക്ക് സാവധാനം ഓതി തീർക്കാനുള്ള അവസരം ഉണ്ടെന്ന് പറയാം. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഫാത്തിഹ ഓതാൻ അവസരം കിട്ടിയിട്ടില്ല കേട്ടോ, ഭയങ്കര സ്പീഡായിരുന്നു എന്ന് പറയാറുണ്ട്. എനിക്ക് ഹാജിയാരെ ഇഷ്ടം പോലെ അവസരം കിടക്കുക, ഫാത്തിഹ ഓതി തീർത്തിട്ട് പതുക്കെ വന്നാൽ മതി. ഹാജിയാര് പതുക്കെ ഓതിക്കോ. റുക്കൂ, ഇഅ്തിദാൽ, സുജൂദ്, ഇത്രയും ഫർളുകൾക്ക് ശേഷം അടുത്ത ഫർളിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് നീ എന്തിലേക്ക് വന്നാൽ മതി? റുക്കൂയിൽ വന്നാൽ മതി. അപ്പൊ ഈ ഇമാം എന്താവും? ഇടയിൽ ഇരുത്തത്തിന് അടുത്ത സുജൂദിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ നീ വീണ്ടും 3 ഫർളിനെ തൊട്ട് പിന്താതെ നീ എന്തിലേക്ക് വരണം? സമിഅല്ലാഹു ലിമൻ ഹമിദ വരണം. ഈ രീതിയിൽ പിന്തൽ അനുവദനീയമാണ്. എന്നാൽ മുന്താൻ പറ്റുമോ? ഒറ്റ ഫർള് കൊണ്ട് പോലും മുന്താൻ പാടില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഫർള് കൊണ്ട് മുന്തിയാൽ നിന്റെ ഖുദ്വത്ത് സഹിയാവൂല, നിസ്കാരം പോവും. അല്ലാഹു ആക്കട്ടെ. ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇമാം അല്ലാഹു അക്ബർ എന്ന് സുജൂദ് പറയുന്നേ ഉള്ളൂ, അപ്പോഴിവൻ താഴെ എത്തി കിടക്കുക. വേഗം വരെ എത്തിയില്ല,
ഇവൻ താഴെ എത്തി സുജൂദി കിടക്കുക. ഇമാമ് അല്ലാഹു അക്ബർ എന്നൊരു സമയം ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഇവൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇമാം ഇവിടെ എത്തി. ഇമാം ഒന്ന് കൈ കെട്ടിയിട്ടില്ല. ഇമാം അവിടുന്ന് അള്ളാന്ന് പറഞ്ഞപ്പോഴേ ഇവൻ ബാക്കി ഇവിടെ പറഞ്ഞ് ഇവരൊക്കെ നമ്മൾ പറഞ്ഞോളാന്ന് പറഞ്ഞു. ഇവൻ ഇവിടെ എഴുന്നേറ്റ് വന്നു. അത് തെറ്റാണ്. നിസ്കാരത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടി റാഇന്റെ ആ സുക്കൂൻ കൊണ്ട് ഉച്ചരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ അല്ലാഹു അക്ബർ, നമ്മൾ അപ്പോഴാ കൈ കെട്ടണം. ഇമാം അല്ലാഹു അക്ബർ എന്ന് റുക്കൂയിലേക്ക് എത്തി, അനക്കമടങ്ങി ഇമാം റുക്കൂയിലേക്ക് എത്തി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങേണ്ടത് അപ്പോഴാ. റാ പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് നൃത്തത്തിൽ നിന്ന് റുക്കൂയിലേക്ക് പോകേണ്ടത്. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ വന്ന് അനക്കമടങ്ങിയെന്ന് തോന്നിയതിന് ശേഷം വേണം നീ നൃത്തത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ. സുജൂദിലേക്ക് നീ പോകണമെങ്കിൽ എപ്പോഴാണ് പോകേണ്ടത്? ഇമാം അങ്ങ് എത്തിയതിനു ശേഷമാണ്. അതാണ് പൂർണ്ണത. മനസ്സിലാകുന്നുണ്ടോ? പൂർണ്ണത എന്നല്ല, അങ്ങനെ ചെയ്താലേ നിസ്കാരം ശരിയാവുള്ളൂ എന്നല്ല. ധൃതി പിടിച്ച് അങ്ങോട്ട് പോയാൽ ഇമാമിനേക്കാൾ മുന്തിയാൽ നിന്റെ തുടർച്ച സഹിയാകാതെ വരും. അത് നിസ്കാരത്തിന്റെ സാധുകതയെ ബാധിക്കും. അല്ലാഹു കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതുപോലെ തന്നെ ഫാത്തിഹ സൂറത്ത് എല്ലാത്തിലും ഓതണം. എല്ലാ റക്അത്തുകളിലും സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിർബന്ധമായിട്ട് ഓതണം. അങ്ങനെ 20 ഫാത്തിഹ കറക്റ്റായിട്ട് ഓതിയിട്ടുണ്ട്, മനസ്സിലാക്കണം. സൂറത്ത് നിനക്ക് ഓതൽ സുന്നത്താണ്, ഓതിയില്ലേ അത് വിഷയമൊന്നുമില്ല. മാഷാ അല്ലാഹ് ഇമാമിന്റെ ഇതിലോട്ട് ഖിറാഅത്തിലേക്ക് അല്ലാഹു അത് ഉൾപ്പെടുത്തി തരും. ഇനി മസ്ബൂക്കാണ്, പിന്തി തുടർന്നതാണ്. വന്നു കയറിയപ്പോ ഇമാം റുക്കൂയിലേക്ക് അല്ലാഹു അക്ബർ പറഞ്ഞ് പോയി. സാധാരണ മനഃപൂർവ്വം അങ്ങനെ പിന്തുന്ന പല ചെറുപ്പക്കാരുണ്ട്. തറാവീഹ് നിസ്കാരത്തിൽ പ്രത്യേകിച്ച് 2 റക്അത്ത് കഴിയുമ്പോൾ ഒന്ന് തുപ്പാൻ പോകും, പിന്നെ ഇമാം റുക്കൂയിലേക്ക് പോകുമ്പോഴേ വരുവുള്ളൂ. എന്നിട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് നിയ്യത്ത് പോലെ വരുന്ന വഴിക്ക് ചെല്ലിക്കൊണ്ട് വരിക. പകുതി വീട്ടിൽ നിന്നാണ് ഓടി ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് കൈ കെട്ടിയിട്ട് അതൊന്നും പറ്റൂല. അവിടെ വന്ന് നൃത്തത്തിൽ വന്ന് നിന്ന് അനക്കമടങ്ങി നിയ്യത്ത് വെച്ച് റാഹത്തായിട്ട് നല്ല രീതിയിൽ കൈ കെട്ടണം. കൈ കെട്ടി അനക്കമടങ്ങിയതിന് ശേഷം വീണ്ടും അടുത്തത് റുക്കോയിലേക്ക് വരണം. റുക്കോയിൽ വന്ന് അനക്കമടങ്ങണം. അഥവാ അല്ലാഹു അക്ബർ എന്ന് പറയുകയോടുകൂടി നമ്മൾ അവിടെ നിന്ന് ശാന്തി അടയാണ്. സമാധിയാന്ന് പറയത്തില്ല, അതേപോലെ സമാധി അടഞ്ഞ് അവിടെ വന്ന് നിൽക്കണം. നിന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറയണം. ഇമാം അപ്പോഴും റുക്കോയിലുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതെങ്കിൽ നിനക്ക് റക്അത്ത് കിട്ടും. ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ഇത് ഇമാം സമിഅല്ലാഹു ലിമൻ എന്ന് പറയുമ്പോൾ ഇവനോട് എല്ലാം പരിപാടി തീർത്തിട്ടുണ്ട്. ഓടി വന്നിട്ട് പറഞ്ഞു തല എന്താ പരിപാടി? എന്നിട്ട് ഇവൻ പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്. അറക്കാത്ത് ഒന്നുമില്ല, കിട്ടിയെന്ന് പറയുന്നത് പടച്ചവനുമായിട്ടല്ലേ ഞങ്ങൾ തീർത്തോളാം ഉസ്താദ് എന്ന് പറയുന്നത്. തീർക്കും. അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ധാരണ എത്തും. അല്ലാഹു നമ്മളൊക്കെ എന്തായാലും പള്ളി വരുന്നുണ്ട്, ഒളു എടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്ന് വൃത്തിയായിട്ട് ചെയ്യൽ. അതിനാണ് ഇതിപ്പോൾ ഇത് പറയുന്നത്. വളരെ ഗൗരവത്തോടു കൂടി പറയാണ്. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുന്ന നിസ്കാരം ആകെയുള്ള ഇതാണ്. അത് വൃത്തിക്ക് ചെയ്താൽ ഉറപ്പായിട്ടും വലിയ ഫലവത്താവും. ഒരു സെക്കൻഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുന്നതിനാണ് ഈ ധൃതി കാണിക്കുന്നത്. ഇമാം അവിടെ നിസ്കാരത്തിലേക്ക് ഓടി വരാൻ പാടില്ല എന്നാണ്. വളരെ പള്ളിയിൽ പ്രത്യേകിച്ച് ഭവ്യതയോടുകൂടി ചെറിയ സ്പീഡാവാം, ആ റക്അത്തിന്റെ മഹത്വം മാനിച്ച് ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്ന് പേടിച്ച്, അല്ലാതെ ഓടി വരാൻ പാടില്ല. വന്ന് വളരെ റാഹത്തായിട്ട് നിസ്കരിക്കുക, കൈകെട്ടുക. അത്തഹിയ്യാത്ത് ഓതുക, നിർബന്ധമായി ശ്രദ്ധിക്കണം. അത്തഹിയ്യാത്തിന് ശേഷം നബിക്കും നബിയുടെ കുടുംബാദികളുടെ മേലും സ്വലാത്ത് ഇല്ല. അവസാനത്തെ തഹിയ്യാത്താണല്ലോ. എല്ലാ 2 റക്അത്തുകളും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആ ഇരുത്തം എങ്ങനെ ഇരിക്കേണ്ടത്? സാധാരണ ഇരുത്താണോ? നമ്മൾ ളുഹറിന് 2 റക്അത്ത് കഴിയുമ്പോൾ ഇരിക്കുന്ന ഇരുത്താണോ? അവസാനത്തെ ഇരുത്താണോ? ഏതാ വേണ്ട? തവറുക്കിന്റെ ഇരുത്തം, ഇഫ്തിറാഷിന്റെ ഇരുത്തം, 2 ഇരുത്തമുണ്ട്. ഏതിരുത്താ വേണ്ടത്? അവസാനത്തെ തഹിയ്യാത്തിൽ ഇരുത്താണ് സുന്നത്ത്. എല്ലാ 2 റക്അത്തും നമ്മളൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല. അല്ലെ തന്നെ ഇരിക്കൽ തന്നെ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഉണ്ട് ഈ പൃഷ്ഠഭാഗത്ത് വെക്കാൻ പറ്റുന്ന ഒരു സൈസ് ഒരു സീറ്റ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഓൺലൈൻ. ഇപ്പൊ എല്ലാവരും അത് വാങ്ങിക്കൊണ്ടിരിക്കുക. ഇരിക്കുന്നില്ല, അതിന്റെ മേലോട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുക. ഇതാ ഇപ്പോഴത്തെ പരിപാടി. അതിന്റെ മേലോട്ടിരിക്കുക, കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു വരും. എന്തൊക്കെയാണ് കാണിക്കുക? അല്ലാഹു നമ്മളൊക്കെ ആക്കുമാറും. പുതിയ സാധനങ്ങൾ വരിക. എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ ഒരു ദിവസം തന്നെ പറയേണ്ട വിഷയമാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞതിനാന്ന് പറയാൻ ളുഹർ നിസ്കരിക്കാൻ വരുന്നവർ കൂടി ഉണ്ട്, കറക്റ്റായിട്ട് തറാവീഹ് നിസ്കരിക്കുന്നവർ. അവർ കൂടി ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കഴിഞ്ഞാൽ ഒരു ദുആ കൂടി ഉണ്ട്, അതുകൂടി ശ്രദ്ധിക്കണം. അത്തഹിയ്യാത്ത് ഓതുക. അത്തഹിയ്യാത്തിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്ത് പൂർത്തിയാക്കാൻ പറ്റൂല. സാധാരണ നമ്മൾ പൂർത്തിയാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യലില്ല, വേഗം സലാം വീട്ടലാണ്. അപ്പൊ ഇവിടെ സലാത്ത് എന്ത് ചെയ്യണം? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. എന്നിട്ട് എന്ത് ചെയ്യണം? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്.
നബിക്ക് നബിയുടെ കുടുംബാദികളുടെ മേലും സലാത്തായി. ഇനി അവിടെ കമാ സല്ലൈത പറഞ്ഞ് അത് പൂർണ്ണമാക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതിനുള്ള സമയം സാധാരണ തറാവീഹിന് കിട്ടാറില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അതിനുശേഷം ഒരു ദുആ വേണം. അതേതാ ദുആ? എല്ലാ അത്തഹിയാത്തിനും ലാസ്റ്റ് കൊണ്ടുവരുന്ന ദുആ ഉണ്ട്. ഏതാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി അദ്ദജ്ജാൽ. നബിതങ്ങൾ പറയുകയാണ്, ഇദാ ഫറഗ്തും മിന തശഹുദിൽ അഖീരി, അവസാനത്തെ തഹിയ്യാത്തിൽ നിന്ന് നിങ്ങൾ എപ്പോൾ വിരമിച്ചാലും ഫതഅവ്വദു മിൻ അർബഈൻ, 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ. 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നിസ്കാരം വിരമിക്കരുതേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ കൽപ്പനയാണ്. ആ കൽപ്പനയ്ക്ക് എതിരി നിൽക്കൽ നല്ലതല്ല. അത് നിസ്കാരത്തിന്റെ കറാഹത്തായി ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവസാനത്തെ തഹിയ്യാത്തിന് ശേഷം നബി തങ്ങളുടെ മേൽ അവരുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. വമിൻ ഫിത്ന മഹ്യാ വൽ മമാത്ത്, ജീവിച്ചിരിക്കുന്നവരുടെയും ജീവിത കാലഘട്ടത്തിലും മരണാസന്ന വേളയിലുമുള്ള ഏതെല്ലാം ഫിത്നകളുണ്ട് അതിനെ തൊട്ടും കാവൽ തേടുന്നു അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. ഇതുകൂടി പറഞ്ഞിട്ട് വേണം സലാം വീട്ടാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ പലരും ചോദിക്കുന്നു, ഫർദ് നമസ്കാരം ഖളാ ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കണോ? പാടില്ല എന്ന് പറയുന്നു. ശരി തന്നെയാണ്. ഫർദ് നമസ്കാരം പ്രായപൂർത്തി എത്തിയ തലം മുതൽ, ഉദാഹരണം ഒരു 15 വയസ്സ് എത്തിച്ച ആള്, ആ ഒരു കാലയളവ് മുതൽ ഏതെങ്കിലും ഒരു ഫർദ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവന്റെ ജീവിതോപാധിക്കുള്ള സമയം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയങ്ങളും അത് വീട്ടാൻ വേണ്ടി വിനിയോഗിക്കണം സമയത്തെ എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ജീവിതബാധിക്ക് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ കഞ്ഞികൂടി മുട്ടാതിരിക്കാൻ വേണ്ടി പണിക്ക് പോകും. ആ കാര്യങ്ങൾ ഒഴിച്ച്, സ്ത്രീകളാണെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള ജോലിയൊന്നുമില്ല, കുടുംബത്തെ നോക്കുന്ന ചെറിയവരോടുള്ള ആ വർക്ക് ഒഴിച്ച് ബാക്കി മിച്ചം കിട്ടുന്ന സമയം മുഴുവനും എന്തിനു വേണ്ടി ചെലവഴിക്കണം? എത്രയും വേഗം പ്രായപൂർത്തി എത്തിയ തലം മുതൽ ഏതൊക്കെ നിസ്കാരം ഖളാ വീട്ടാനുണ്ടോ അതൊക്കെ നിർബന്ധമായി വീട്ടുന്നതിന് വേണ്ടി സമയത്ത് മാറ്റിവെക്കണമെന്നാണ് ഇസ്ലാമിക വീക്ഷണം. എന്ന് പറയുമ്പോൾ തറാവീഹ് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് തറാവീഹിനോടൊപ്പം ചേർത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഏതെങ്കിലും നിസ്കാരം? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അതിനാണ് ഞാൻ ആദ്യം തന്നെ ഒരു മറുപടി പറയുന്നത്. എന്ത്, നിങ്ങൾ തറാവീഹിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങി വരുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതോപാധികൾക്ക് വേണ്ടി കഴിഞ്ഞതിന് ശേഷമുള്ള സമയം കിട്ടുന്ന മുഴുവൻ സമയങ്ങളും നിങ്ങൾ എന്ത് നിസ്കരിക്കണം നിർബന്ധമാണ്? ഖളാ ഉള്ള നിസ്കാരങ്ങൾ വീട്ടിൽ നിർബന്ധം. എത്രയും വേഗം വീട്ടിക്കണം. ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെതാകുന്ന ശിക്ഷ കൂടിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ അത് എത്രയാ എണ്ണം കണക്കാക്കുക? എണ്ണം കണക്കാക്കാൻ പറ്റുന്ന രീതിക്ക് കണക്കാക്കുക. അവന്റെ മനസ്സുകൊണ്ട് ഒരു ഉറപ്പ് വരണം, ഞാൻ പൂർണ്ണമായി നിസ്കരിച്ച് തീർത്തിട്ടുണ്ട് എന്ന ഒരു ഉറപ്പ് മനസ്സുകൊണ്ട് കിട്ടുന്നത് വരെ ഖളാ വിട്ടണമെന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് തറാവീഹ് നിസ്കരിക്കൽ ഹറാമാണ്. അപ്പൊ ഫർദ് നമസ്കാരം ഖളാ ഉള്ള ഒരൊറ്റ വ്യക്തിയും അവന് സുന്നത്ത് നിസ്കരിക്കാനേ പാടില്ല. ഇതാണ് കർമ്മശാസ്ത്ര വീക്ഷണം. പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇത് പല ആളുകളും ചോദിക്കുന്നതാണ്, പല ആളുകളും ചോദിക്കാൻ മനസ്സിൽ നിയ്യത്ത് വെച്ചിട്ടുള്ള വിഷയങ്ങളാണ്. നമ്മൾ അറിയേണ്ട മസലയാണ്. കാരണം സുന്നത്ത് നമസ്കാരം പോലെ അല്ല ഫർദ്. ഫർദ് എന്ന് പറയുന്നത് ഫർദ് ഐനാണ്, ഫർദ് കിഫായല്ല. മയ്യത്ത് നിസ്കാരം പോലെ ആരെങ്കിലും നിസ്കരിച്ചാൽ വിടുന്നതല്ല. സ്വന്തം തടി, അവന്റെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തി എടുക്കണം അത് നിസ്കരിച്ച്, ഇല്ലെങ്കിൽ ആഖിറത്തിൽ ഹിസാബാണ്. ഇപ്പൊ ഇന്നത്തെ സുബൈ ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ അലങ്കോട് ജമാഅത്തിലെ ഇമാമല്ലേ എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ചയൊന്നുമില്ല. അദ്ദേഹത്തിനായിരിക്കും ശിക്ഷ, അല്ലെങ്കിൽ എനിക്കാണ് അതിന്റെ ശിക്ഷ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം. ഇവിടെ ജമാഅത്തിലെ അംഗങ്ങൾക്കോ കമ്മിറ്റിക്കാർക്കോ ആർക്കും അല്ല ഉത്തരവാദിത്വം. എന്റെ മേലാണ് അതിന്റെ നിർബന്ധം. ഫർദ് ഐനാണ്, വ്യക്തിപരമായി നിർബന്ധമാണ്. അത് ഖിയാമത്ത് നാൾ വരെ എനിക്കതിന്റെ ശിക്ഷ, നമ്മൾ എത്ര നാൾ നീട്ടിക്കൊണ്ടിരുന്നോ അത്ര ശിക്ഷ, പിന്തിച്ചതിന്റെ ശിക്ഷയും കിട്ടും. എത്രയും വേഗം വീട്ടണമെന്നർത്ഥം. അപ്പോൾ പ്രായപൂർത്തി എത്തിയ തലം മുതൽ എത്ര നമസ്കാരങ്ങൾ നമുക്ക് ഖളാ ആയിട്ടുണ്ടോ
ആ നമസ്കാരങ്ങളൊക്കെ നമ്മൾ വീട്ടണം. എങ്ങനെ വീട്ടണം? അതിന് ചില ആളുകൾ ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത് തറാവീഹ് നിസ്കരിക്കാൻ വരുമ്പോൾ തറാവീഹിനോടൊപ്പം നിയ്യത്ത് ചെയ്തിട്ട് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ ചോദ്യമാണ്. നിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. പറ്റുന്നത് സുബഹിയെ പറ്റുള്ളൂ. അപ്പൊ കുനൂത്ത് ഓതണ്ടേ? കുനൂത്ത് ഓതണ്ട. അവിടെ നമ്മൾ ചെറിയൊരു ദുആ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറഞ്ഞാൽ തന്നെ ആ കുനൂത്തിന്റെ വാക്കുകൊണ്ട് വീടുമെന്നാണ്. ഹക്ക് വീടും. പൂർണ്ണമായി ചെല്ലലാണ് വേണ്ടത്. പക്ഷെ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുബഹിയുടേതാകുന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് ഫർള് നിയ്യത്ത് ചെയ്ത് സുന്നത്തിന് പിന്നിലും തുടരാം, സുന്നത്ത് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഫർളിന്റെ പിന്നിലും തുടരാം. അസല അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നതാണ്. ഖളാ വീട്ടിൽ നിസ്കരിക്കുന്നവന്റെ പിന്നിൽ അദാ ആയി നിസ്കരിക്കുന്നവനും തുടരാം, അദാ ആയി നിസ്കരിക്കുന്നവന്റെ പിന്നിൽ ഖളാ വീട്ടിൽ നിസ്കരിക്കുന്നവനും തുടരാം. അപ്പൊ ഇത് ഖളാ വീട്ടുമാണല്ലോ. അത് ഏതിനോട്? ഒരു തറാവീഹിന് ഇമാമ് നിൽക്കുന്ന വ്യക്തിയോട് ഒരാൾ സുബഹി ഖളാ വീട്ടിൽ നിസ്കരിക്കാൻ, അയാൾ നിസ്കരിക്കുന്നത് സുന്നത്തും ഇമാമ നിസ്കരിക്കുന്നത് ഫർളും, ഇമാമ നിസ്കരിക്കുന്നത് അദാ ആയ നിസ്കാരവും മറ്റേ ആൾ നിസ്കരിക്കുന്നത് മൗമൂഅ നിസ്കരിക്കുന്നത് ഖളാ ആയ നിസ്കാരവും. ഇങ്ങനെ തുടരാൻ പറ്റുമോ? അതൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ നിസ്കരിക്കാം. ഞാനിത് പറഞ്ഞതിന് ആരൊക്കെ സുബഹിയൊക്കെ ഒരുപാട് പോയിട്ടുള്ള ആളുകളാണ്, സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പൊ ആ നിസ്കാരം നിർവഹിക്കുന്നതിനോടൊപ്പം നിന്റെ മേൽ നിർബന്ധം ഫർളാണ്. അതിനകത്ത് മനസ്താപമൊന്നും വേണ്ട, അതിലൊന്നും ടെൻഷൻ അടിക്കണമെന്നും വേണ്ട. നിന്റെ മേൽ നിർബന്ധമായത് എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കാം. പക്ഷെ ഈ തറാവീഹിനെ മാത്രമാക്കി റമദാൻ കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒതുങ്ങാൻ പറ്റൂല. അതാണ് ഈ വിഷയം. എല്ലാരും തറാവീഹ് മാത്രം പിടിക്കാൻ. ആ തറാവീഹ് 20 റക്അത്ത്. അപ്പൊ എന്തായി? ഒരു 10 സുബഹി അങ്ങ് നിസ്കരിച്ച് തീരുമല്ലോ എന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കി, അല്ലെങ്കിൽ ഒരു 20 സുബഹി നിസ്കരിച്ച് കഴിയുമല്ലോ എന്ന് കരുതിയിട്ട് അത് മാത്രം അങ്ങോട്ട് ഇതാക്കാൻ പറ്റൂല. ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഗൗനിക്കണം. നിന്റെ ജീവിത ഉപാധികൾ കഴിഞ്ഞതിന് ശേഷം മിച്ചം കിട്ടുന്ന മുഴുവൻ സമയങ്ങളും എത്രയും പെട്ടെന്ന് ഫർളായ നമസ്കാരങ്ങൾ ചെയ്യണമെന്നാണ് ഇസ്ലാമിൽ പ്രബലമായ വീക്ഷണം. മനസ്സിലായോ? അല്ലാതെ വന്ന് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ നിയ്യത്ത് ചെയ്തൊക്കെ തുടർന്നാൽ ഫർള് നിസ്കരിക്കാൻ കടക്കുകയാണെങ്കിൽ ഇവൻ ഈ സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്. കറാഹത്തോ ഖിലാഫുൽ ഔലിയൊന്നും അല്ല, ഹറാമാ. കുറ്റം കിട്ടും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണല്ലോ ഇശായിന് നിസ്കാരം നമ്മൾ അപ്പുറത്ത്, ഇവിടെ നിസ്കാരം ഇശാ കഴിഞ്ഞു, ഇവിടെ തറാവീഹ് നിസ്കരിക്കാൻ നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ എന്താ തറാവീഹ് കിടക്കുക, എന്നാ വേഗം വന്ന് തറാവീഹിന് കൂടാ. ചില ആളുകൾ തറാവീഹിന് വന്ന് കൂടും. പാടില്ല. നിന്റെ മേൽ ഏതാ നിർബന്ധം? ഇശാ ആണ്. ഇശാ നിസ്കരിക്കുക മാത്രമല്ല, ഇശാഇന്റെ സുന്നത്ത് കഴിഞ്ഞിട്ടാണ് തറാവീഹിന് കൂടേണ്ടത്. അതിനേക്കാൾ ശ്രേഷ്ഠത തറാവീഹിനില്ല. അതൊക്കെ പഠിക്കണം നമ്മൾ. ഏതിനാണ് ശ്രേഷ്ഠത കൂടുതലുള്ളത്? ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തിനാണ് തറാവീഹിനേക്കാൾ മഹത്വം. ചില ആളുകൾ ഇശാ കഴിയുമ്പോൾ തുപ്പാൻ പോകുന്നതാണ്. തുപ്പാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തറാവീഹ് തുടങ്ങാൻ, വേഗം വന്ന് തറാവീഹിന് കൂടുകയാണ്. ഇവൻ ഏതാ നിസ്കരിക്കേണ്ടത്? ആദ്യം ആ ഇശായിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്. ഇതൊന്നും മിക്ക ആളുകളും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മസലയാണ് ഈ പറയുന്നത്. അതിനേക്കാൾ മഹത്വം മറ്റേതിനാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ തറാവീഹിന് മഹത്വം ഇല്ലേ? വലിയ മഹത്താണ്. എല്ലാ ഫർളുകളും ഗൗനിച്ച ആളുകൾക്ക് എടുക്കാനുള്ളതാണ് സുന്നത്ത്. ഈ സുന്നത്ത് എന്തിനാ? ഈ സുന്നത്ത് അധികരിപ്പിക്കലോടുകൂടിയാണ്, ഫർളുകളെ ശ്രദ്ധിച്ച് സുന്നത്ത് അധികരിപ്പിക്കലോടുകൂടിയാണ് അള്ളാഹുലേക്ക് അടുക്കുക. അപ്പൊ ജീവിതകാലം മുഴുവനും ഫർള് നിസ്കരിച്ച് നിൽക്കാനല്ല, മറിച്ച് എത്രയും വേഗം ഫർളുകൾ പൂർത്തിയാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കിട്ടുന്ന സമയം അത്രയും ഫർളുകൾ നിസ്കരിച്ച് ഇരിക്കുക. ഓരോ ലുഹറിന്റെ കൂടെ ഒരു ലുഹർ കൂടി നിസ്കരിക്കാൻ ശ്രമിക്കുക. ഒരു അസറിന്റെ കൂടെ ഒരു അസർ കൂടി നിസ്കരിക്കാൻ ശ്രമിക്കുക. ഖളാ വീട്ടി തിരക്കൊക്കെ ഉള്ള ആളുകളെ അങ്ങനെ ഇങ്ങനെ ചെയ്യാമല്ലോ. ഒരു മഗ്‌രിബിനോട് ഒരു മഗ്‌രിബ് കൂടി നിസ്കരിക്കുക, ഒരു ഇശായിനോട് ഒരു ഇശാ കൂടി നിസ്കരിക്കുക. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരൻ ഫോൺ പിടിച്ചു. അയാൾ 2013 മുതൽ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് 13 കഴിഞ്ഞിട്ട് ഇപ്പൊ 23 കഴിഞ്ഞ് 24, 25 ഏകദേശം ഇത്രയും വർഷങ്ങളോളം 10-11 വർഷമായിട്ട് അയാൾ പറയാം, ഞാൻ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, ഫർള് ഇങ്ങനെ നിസ്കരിക്കൽ തന്നെ. അപ്പൊ എന്റെ വീടിയിട്ടുണ്ടാവില്ലേ ഉസ്താദ് എന്നോട്. ഞാൻ പറയും, നിങ്ങളുടെ മനസ്സിന് ഉറപ്പ് വരുന്നത് വരെ എന്ത് നിസ്കരിക്കണം? ഫർള് നിസ്കരിക്കണം. നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് പ്രായപൂർത്തി എത്തിയ തലം മുതൽ ഒരുപാട് ഖളാ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നെ നിസ്കരിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ വളരെ ഗൗരവമുള്ള മസലയാണ്. അല്ലെങ്കിൽ ആഖിറത്തിൽ എത്തുമ്പോൾ കാലേ പിടിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോ. അപ്പൊ തറാവീഹ് മുടക്കണ്ട, തറാവീഹിന് ഒന്ന് കൂടിക്കോ, എന്ത് നിയ്യത്ത് വെച്ചോ, സുബഹിയുടെ നിയ്യത്തോ അങ്ങനെ ഉള്ളവർ അങ്ങനെ വെച്ചോ. ഉള്ളവരാണ് പറഞ്ഞേട്ടാ. ഈ ചെറുപ്പം പോലെ പ്രായപൂർത്തി എത്തിയ പോലെ നിസ്കരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ മാഷാ അല്ലാഹ് നിങ്ങൾക്ക് റാഹത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഇന്നിപ്പോൾ ഇനി ഏത് നിയ്യത്താന്ന് കണ്ടറിയാം. മുക്കാറ് ഉസല്ലി ഫർദ് സുബ്ഹാനഹു പറയാൻ ചാൻസ് ഉണ്ട്. ഏതും ആയിക്കോട്ടെ, അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഏതുപോലെ റമദാനിലെ നോമ്പ് രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കൽ നിർബന്ധമായതുപോലെ, റമദാനിലെ നോമ്പ് ഫർദായ നോമ്പാണ്, അതിന് രാത്രിയിൽ തന്നെ നിയ്യത്ത് വേണം. രണ്ട് കാര്യങ്ങളാണ് ഫർദായ നോമ്പുകൾക്ക് നിർബന്ധം. ഒന്ന് തബീത്ത്, മറ്റൊന്ന് തഅയ്യിൻ. തബീനത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ തന്നെ ആവണം. മഗ്രിബ് മുതൽക്ക് സുബൈ വരെയുള്ള സമയമാണ് രാത്രിയായിട്ട് ഗൗനിക്കുക. അപ്പൊ അതിന്റെ ഇടയിലാവണം. മഗ്രിബ് ബാങ്ക് വിളിച്ചു, ഉടനെ നോമ്പ് തുറക്കുന്നു. നോമ്പ് തുറന്ന ഉടനെ നീ എന്ത് ചെയ്തോ? നിയ്യത്ത് വെച്ചു. ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നീ പിറ്റേ ദിവസത്തേക്ക് നിയ്യത്ത് വെക്കാൻ. നവൈതു സൗമഗദിന നദാഇ ഫർളി റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. മനസ്സുകൊണ്ട് അപ്പോഴേ തന്നെ നിയ്യത്ത് വെച്ചോ. മനസ്സാണ് നിയ്യത്ത്. അത് ഏത് കാര്യത്തിനും, ഹജ്ജിന് കരുതിയാലും ഉംറയ്ക്ക് കരുതിയാലും നിസ്കാരത്തിന് വേണ്ടി നിയ്യത്ത് വെച്ചാലും കരുതൽ നാവ് കൊണ്ട് പറയൽ സുന്നത്തും ഹൃദയം കൊടുത്ത് പറയൽ നിർബന്ധവുമാണ്. ശ്രദ്ധിക്കണം. കാരണം നിസ്കാരം കഴിഞ്ഞ തറാവി കഴിഞ്ഞ പള്ളിയിലെ ഖത്തീബുമാരെ നിയ്യത്ത് വെച്ച് വരും. മിക്ക ആളുകളും ശ്രദ്ധിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ പറയാ നവൈതു സൗമഗദിൻ അനദാഇ ഫർളി റമദാൻ. കുറെ വൈകിയല്ലോ, മനസ്സ് വേറെ എവിടെയാണ്. ഇത് നിയ്യത്തായി പരിഗണിക്കൂല. വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ്, മസലയാണ് ഈ പറഞ്ഞത്. മനസ്സ് കൊടുത്ത് നിയ്യത്ത് ചെയ്യണം. ഒന്ന്, അവ നിയ്യത്ത് രാത്രിയിൽ തന്നെ ചെയ്യണം. പല ആളുകൾ തറാവീഹ് നിസ്കരിച്ചില്ല എങ്കിൽ പള്ളിയിൽ ജമാഅത്തിന് വരുമ്പോഴാണ് നിയ്യത്ത് വെച്ച് തരുന്നത്. അപ്പൊ ആ നിയ്യത്ത് കൂടെ ചെല്ലും. തറാവീഹ് അന്ന് ഒഴിവായപ്പോ നിയ്യത്ത് വെക്കുന്നില്ല, പിറ്റേ ദിവസം നോമ്പുകാരനെ പോലെ നിൽക്കണം. നോമ്പുണ്ടോ? നോമ്പിന്റെ കൂലിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നാൽ റമദാന്റെ ഒന്നാമത്തെ ദിവസം 30 ദിവസത്തേക്ക് നിയ്യത്ത് ചെയ്തവനാണെങ്കിൽ മാഷാ അല്ലാഹ് അവനത് കിട്ടുമെന്ന് മാലിക്കി മദ്ഹബിന്റെ ഒരു അഭിപ്രായം വെച്ച് നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴായിരുന്നു ചെയ്യേണ്ടത്? റമദാന്റെ ആദ്യത്തെ നോമ്പിലാ. റമദാൻ 30 ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്യുന്നു എന്ന് അയാൾ ആദ്യത്തെ രാത്രിയിൽ കരുതിയിരുന്നെങ്കിൽ ഓക്കെ, അതും രാത്രിയിൽ കരുതണം, സുബഹിക്ക് മുമ്പല്ല. ചില ആളുകൾ അത്താഴ സമയത്തിന് എഴുന്നേറ്റിട്ട് നാളത്തെ നോമ്പിനെന്ന് പറയണോ എന്ന് സംശയം. അവിടെയും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം ഹോദ് എന്ന വാക്കിന് അങ്ങനെയാണ് അർത്ഥം. ഈ ഒരു രാത്രിയോട് ചേർന്ന് നിൽക്കുന്ന പകൽ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് നവൈതു സൗമ ഹോദിൻ, നാളത്തെ നോമ്പിനെ എന്ന് തന്നെ വേണം നിയ്യത്ത് വെക്കാൻ. ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് നിയ്യത്ത് വെച്ചാലും അങ്ങനെ തന്നെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. നിയ്യത്ത് പുതുക്കേണ്ടതുണ്ടോ? ചിലരുടെ സംശയം. നിയ്യത്ത് പുതുക്കൽ സുന്നത്താൻ. രാത്രിയിൽ നമ്മൾ നിയ്യത്ത് വെച്ചു, പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കൊണ്ടും ഉറക്കമുള്ളത് കൊണ്ടും സുബഹിക്ക് എഴുന്നേറ്റ് അത്താഴ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പം ഖുർആൻ ഓതി ഇസ്തിഗ്ഫാർ ചൊല്ലിയതിനു ശേഷം എന്ത് ചെല്ലണം? നിയ്യത്ത് ഒന്നുകൂടി പുതുക്കൽ സുന്നത്താൻ. ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ വിഷയമാണ്. ഏതോ ആയിക്കോട്ടെ, ഇനിയുമുണ്ട്. തൽക്കാലം ഇപ്പോൾ ഇവിടെ നിൽക്കാൻ ഇത്രയൊന്ന് ചെയ്തിട്ട് എന്നിട്ട് അടുത്ത ആഴ്ച നമുക്ക് ബാക്കി പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇന്ന് മുതൽ അതൊന്ന് ശ്രദ്ധിക്കുക. തറാവീഹ് നിസ്കരിക്കുമ്പോൾ നിസ്കാരം ആരാ ചെയ്യേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ഫർദ് നമസ്കാരങ്ങളൊക്കെ ഗൗനിക്കുക. ഒരു ഫർദ് പോലും ഉപേക്ഷ വെക്കരുത്. നമ്മൾ ഒരു ളുഹർ നമുക്ക് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാൾ വരെ അത് വീട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മേലെ ശിക്ഷയായിട്ട് അവശേഷിക്കും. അതുകൊണ്ട് ഓരോ നിസ്കാരവും ഗൗനിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരമുള്ള സാലിഹീങ്ങൾ അല്ലാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ.